ആളുകൾ നമ്മെ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് സ്നേഹം കുറയുമ്പോഴോ ആണ് നാം വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്നത്. ലോകത്തിന്റെ സ്നേഹം നിനക്ക് വേണോ? എങ്കിൽ യാ വദൂദ്, അങ്ങേയറ്റം സ്നേഹിക്കുന്നവൻ. ഇതിന്റെ ഗുണം എന്താണെന്നറിയാമോ? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ആരെങ്കിലും ഈ നാമം അധികരിപ്പിച്ചാൽ അള്ളാഹു അവന്റെ സൃഷ്ടികളുടെ ഹൃദയത്തിൽ നിനക്കായി സ്നേഹവും ബഹുമാനവും നൽകുമെന്നാണ്. നീ അവനെ സ്നേഹിച്ചു നോക്കൂ. ലോകം മുഴുവൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് കാണാൻ കഴിയും. യഥാർത്ഥ സ്നേഹം അള്ളാഹുവിൽ നിന്നാണ്. ആളുകൾ നിന്നെ അവഗണിക്കുന്നുണ്ടോ? നിന്റെ വാക്കിനാരും വില നൽകുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സങ്കടപ്പെടേണ്ട. ആദരവും ബഹുമാനവും നൽകുന്നത് മനുഷ്യരല്ല, അത് നൽകുന്നത് എൻ്റെ റബ്ബാണ്. നീ ഈ നാമം നിന്റെ നാവിലും ഹൃദയത്തിലും സൂക്ഷിച്ചോളൂ. യാ അസീസ്, അതിനർത്ഥം സർവ്വപ്രതാപവാനായവൻ എന്നാണ്. ഇതിന്റെ ഗുണം എന്താണെന്നറിയാമോ? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ആരെങ്കിലും ഈ നാമം പതിവാക്കിയാൽ അള്ളാഹു അവനെ ജനങ്ങൾക്കിടയിൽ ആദരണീയനാക്കുമെന്നാണ്. നീ അള്ളാഹുവിന്റെ മുന്നിൽ തല കുനിച്ചാൽ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ അവൻ നിന്നെ സഹായിക്കും. മുന്നോട്ട് പോകാൻ മുത്തുനബി പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുത മരുന്നിനെ കുറിച്ച്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രശ്നങ്ങളുടെ വലിപ്പം കണ്ട് പേടിക്കരുത്, നിന്റെ കൂടെയുള്ളവന്റെ വലിപ്പം ഓർക്കുക. ഈ ഒരു ദിക്ർ നിന്റെ നാവിലുണ്ടെങ്കിൽ അടഞ്ഞുകിടക്കുന്ന ഒരുപാട് വാതിലുകൾ നിനക്ക് മുന്നിൽ തുറക്കപ്പെടും. നിന്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നുമ്പോൾ ഫോണൊന്ന് മാറ്റിവെച്ച് ഹൃദയത്തിൽ നിന്ന് ചൊല്ലി നോക്കൂ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത്ത്. ഇൻസ്റ്റാഗ്രാമിലെ ഈ ലൈക്കുകളും വ്യൂസും നോക്കി നിന്റെ ജീവിതം അളക്കാൻ നിൽക്കരുത്. കാരണം ഇവിടെ അൽഗോരിതം നിന്നെ കാണിക്കുന്നത് മറ്റുള്ളവരുടെ തിളക്കം മാത്രമാണ്. മനുഷ്യർ നിന്റെ ഒരു തെറ്റ് കണ്ടാൽ നിന്നെ ആജീവനാന്തം കുറ്റപ്പെടുത്തിയേക്കാം, നിന്നെ അകറ്റി നിർത്തിയേക്കാം. പക്ഷെ നിന്റെ റബ്ബ് അങ്ങനെയല്ല. നീ എത്ര വലിയ തെറ്റ് ചെയ്താലും ഒരു തുള്ളി കണ്ണീരോടെ യാ ഗഫൂർ യാ റഹീം എന്ന ദിക്ർ പതിവാക്കുക. ലോകം നിനക്ക് മുന്നിൽ വാതിലുകൾ അടയ്ക്കുമ്പോൾ ഓർത്തോ, നിന്റെ റബ്ബിന്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. നീ അവനിലേക്ക് ഒരു ചുവട് വെച്ചാൽ അവൻ നിന്ന്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫോൺ നോക്കലാണ്. ആ ശീലം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? ഈ ഒരു ദിക്ർ നിന്റെ നാവിലുണ്ടെങ്കിൽ ആ ദിവസം മുഴുവൻ നിനക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാകും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമായി വഹുവ സമീഉൽ അലീം. പേടിയും ടെൻഷനും മാറി നിന്റെ ഉള്ളിൽ ഒരു ധൈര്യം വരും. നിന്റെ ദിവസം തുടങ്ങുന്നത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാവട്ടെ. വെറും 5 മിനിറ്റ്. നിന്റെ ജീവിതത്തിലെ എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കാൻ ഒരു വഴിയുണ്ട്. അത് നീ എത്രത്തോളം അധികരിപ്പിക്കുന്നുവോ അത്രത്തോളം നിന്റെ പ്രയാസങ്ങൾ കുറയും. യാ ഫത്താഹ്, അള്ളാഹുവിന്റെ ഈ ഒരു നാമം നിന്റെ ഹൃദയത്തിലുണ്ടാവട്ടെ. പ്രപഞ്ചത്തിലെ സർവ്വവാതിലുകളും തുറക്കാൻ കഴിവുള്ളവനാണവൻ. എന്തൊക്കെയോ ചിന്തിച്ച് മനസ്സെപ്പോഴും അസ്വസ്ഥമാണോ? ഒരു കാരണമില്ലാതെ ഒരു ഭാരം ഉള്ളിൽ തോന്നുന്നുണ്ടോ? നമ്മുടെ മനസ്സിനെ പടച്ചവൻ അറിയാം അതിനുള്ള മരുന്ന് എവിടെയാണെന്ന്. ഖുർആൻ നൽകുന്ന ഉറപ്പുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതിനർത്ഥം അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത്. തസ്ബീഹുമായി ഒറ്റയ്ക്കിരുന്നു നോക്കൂ. നിന്റെ മനസ്സിന്റെ ഭാരം പതുക്കെ ഇറങ്ങുന്നത് നിനക്ക് അനുഭവപ്പെടും. യഥാർത്ഥ സമാധാനം അത് അള്ളാഹുവിങ്കൽ മാത്രമാണ്. നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നടക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടോ? ഒരു വഴിയും കാണാതെ നീ തളർന്നു പോയിട്ടുണ്ടോ? എങ്കിൽ അള്ളാഹുവിന്റെ ഈ 2 നാമങ്ങൾ നിന്റെ പ്രാർത്ഥനയിൽ ചേർത്ത്, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, സർവ്വത്തിനെയും നിയന്ത്രിക്കുന്നവനെ. മുത്തുനബി തന്റെ മകൾ ഫാത്തിമ ബീവിയോട് പ്രഭാതത്തിലും പ്രബോധത്തിലും ചൊല്ലാൻ പ്രത്യേകം നിർദ്ദേശിച്ച. കേരളം വെന്തുരുകയാണ്. പുറത്തിറങ്ങാൻ പോലും പേടിയാകുന്ന ഈ ചൂടിൽ നമ്മൾ തളർന്നു പോകാറുണ്ട്. എന്നാൽ ഈ പ്രയാസത്തിലും നമുക്ക് പുണ്യം നേടാൻ ഒരു വഴിയുണ്ട്. ദാഹിക്കുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നതിനേക്കാൾ വലിയൊരു ധർമ്മം ഈ സമയത്ത് വേറെയില്ല. അതോടൊപ്പം ഈ ചൂടിൽ നിന്ന് രക്ഷ തേടാൻ മുത്തുനബി പഠിപ്പിച്ച ഈ ഒരു വരി അധികരിപ്പിക്കൂ. ഈ ചൂടിൽ നിന്ന് അല്ലാഹുമ്മ അജിർനി മിൻ ഹരി ജഹന്നം. അതിനർത്ഥം അല്ലാഹുവേ, നരകത്തിലെ ചൂടിൽ നിന്ന് എന്നെ നീ കാക്കണമേ എന്നാണ്. ഈ ലോകത്തെ വെയിലിന് ഇത്രയും ചൂടുണ്ടെങ്കിൽ നരകത്തിലെ തീ എത്ര കഠിനമായിരിക്കും. ഒപ്പം നിന്റെ നാവിൽ ഈ പ്രാർത്ഥനയുണ്ടാവട്ടെ. ഈ ചൂട് പോലും നിനക്കൊരു ഇബാദത്തായി മാറട്ടെ. നമുക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണ് നാം വല്ലാതെ തളർന്നു പോകുന്നത്. അത് നമ്മുടെ സമാധാനമാകാം, പ്രിയപ്പെട്ടവരാകാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു അവസരമാകാം. സങ്കടപ്പെടേണ്ട. ചിതറിപ്പോയതിനെ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹുവിന്റെ ഈ ഒരൊറ്റ നാമം മതി. നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ വുളുവോടുകൂടി നോക്കി 10 തവണ ഈ നാമം ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കുക. പിണങ്ങിപ്പോയ ബന്ധങ്ങളെ ഒന്നിപ്പിക്കാനും തടസ്സപ്പെട്ട കാര്യങ്ങൾ നേരെയാക്കാനും ഈ നാമം അധികരിപ്പിക്കുക. അവൻ ഒന്നിപ്പിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഒന്നും അസാധ്യമല്ല.